നമ്മള് എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? വാട്ട് ഈസ് യുവർ നെയിമില് നെയിമായിരുന്നു അല്ലേ? നെയിം എന്ന് പറഞ്ഞാല് പേരുകൾ. മറന്നുപോയോ? എന്തൊക്കെ പേരാ? ആളുകളുടെ പേരുകള്, പിന്നെ സ്ഥലത്തിന്റെ പേരുകള്, സാധനങ്ങളുടെ പേരുകൾ, ഇതെല്ലാം പേരുകളല്ലേ? ഓക്കെ, ഇത് നോക്കിയോ, ഇവിടെ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട്. നോക്ക്, എന്താ? വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാല് ഒരു പേരല്ലേ? വെള്ളം. വെള്ളം കൊണ്ട് നമുക്ക് ചോറ് വെക്കാം, കറി വെക്കാം, എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ? ഇല്ലേ? രണ്ടാമത് നോക്ക്, എയർ. എയർ കൊണ്ട് ഒത്തിരി കാര്യമില്ലേ? ഓക്കെ, ഇതെല്ലാം പ്രകൃതിയിലുള്ള സാധനമല്ലേ? വാട്ടർ പ്രകൃതിയിലുണ്ട്, എയർ പ്രകൃതിയിലുണ്ട്. മൂന്നാമത്തെ നോക്ക്, സാൻഡ്. സാൻഡ് എന്ന് പറഞ്ഞാല് മണല് അല്ലേ? മണല് പ്രകൃതിയിലുള്ളതല്ലേ? അല്ലേ? മണല് കൊണ്ടാണ് നമുക്ക് പറ്റുന്നേ? മണലോട് എന്താ പറ്റുന്നേ? ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മണൽ ഉപയോഗിക്കുന്നു. അടുത്ത് സ്റ്റോൺ. സ്റ്റോൺ കല്ല് പൊട്ടിച്ചെടുത്തിട്ട് അതും വീടിന് തറയൊക്കെ കെട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നില്ലേ? സ്റ്റോൺ. അയൺ. അയൺ നമുക്ക് എവിടുന്ന കിട്ടുന്നേ? ഇരുമ്പ്. അതും ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ? എന്നിട്ട് അതെന്തിനാ ഉപയോഗിക്കുന്നേ? കൺസ്ട്രക്ഷൻ ആവശ്യം, ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അയണും സ്റ്റോണും സാൻഡും ഒക്കെ അല്ലേ? സിൽവർ. സിൽവർ എന്താ? അതും ഭൂമിയിൽ നിന്ന് കിട്ടുന്നതന്നെയല്ലേ സിൽവർ? വെള്ളി അല്ലേ? എന്തിനാ ഈ സിൽവർ മാച്ചിട്ട് സിൽവർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? മാലയും വളയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അല്ലേ? അടുത്ത ഡയമണ്ട്. ഡയമണ്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഡയമണ്ട് ചെയിനൊക്കെ കണ്ടിട്ടില്ലേ? ചെയിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. ഗോൾഡ്. ഗോൾഡും ഭൂമിയിൽ നിന്ന് കിട്ടുന്നല്ലേ? അല്ലേ? ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നേ? അത് രൂപം മാറ്റിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ആക്കാം? മാല, മോതിരം അല്ലേ? ഇങ്ങനെയൊക്കെ ആക്കത്തില്ലേ? കോപ്പർ. കോപ്പറും എവിടുന്ന് കിട്ടുന്നതാണ്? ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് കോപ്പർ അല്ലേ? കോപ്പറും രൂപം പല പല ആവശ്യങ്ങൾക്ക്, ഇപ്പൊ വയറുകള്, കേബിളുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കോപ്പർ ഉപയോഗിക്കുന്നില്ലേ? പിന്നെ ഗ്യാസ്. ഗ്യാസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് ഗ്യാസുകളില്ലേ? ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടേ? നമുക്ക് ശ്വസിക്കാൻ വേണ്ടേ? അല്ലേ? ഇതെല്ലാം എന്താണ്? വാട്ടർ. എന്തൊക്കെയാ നോക്ക്? വാട്ടർ, എയർ, സാൻഡ്, സ്റ്റോൺ, അയൺ, സിൽവർ, ഡയമണ്ട്, ഗോൾഡ്, കോപ്പർ, ഗ്യാസ് അല്ലേ? ഇതെല്ലാം പേരുകളാണ്. എന്ത്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ പേരുകളാണ് അല്ലേ? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം അല്ലേ? ഉപയോഗിക്കാൻ പറ്റുന്ന ഇതെല്ലാം ഓരോ മെറ്റീരിയലുകളല്ലേ? അല്ലേ? ഓക്കെ, ഓരോ മെറ്റീരിയൽ അല്ലേ? ഗോൾഡ് ഒരു മെറ്റീരിയൽ അല്ലേ? ഗോൾഡ് കൊണ്ട് നമുക്ക് ചെയിൻ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, വേറെ കുറച്ച് പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വുഡ്. വുഡ് എന്ന് പറഞ്ഞാൽ മരം, തടി അല്ലേ? വുഡ് അല്ലേ? അതെവിടുന്ന കിട്ടുന്നേ? പ്ലാന്റിൽ നിന്നാണ്, ചെടികളിൽ നിന്ന് അല്ലേ? മരങ്ങളിൽ അല്ലേ? മരം വെട്ടിട്ടല്ലേ വുഡാക്കുന്നത്, തടിയാക്കുന്നത് അല്ലേ? ഫ്രൂട്ട്. ഫ്രൂട്ട് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? ജ്യൂസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ? അല്ലേ? ജ്യൂസ്. ഫ്രൂട്ട് എവിടുന്ന് കിട്ടുന്നു? അതും ചെടിയിൽ നിന്ന്. നമ്മൾ ആദ്യം പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നത്. നമുക്ക് വുഡ് കിട്ടുന്ന എവിടുന്നാ? മരത്തിൽ അല്ലേ? ഫ്രൂട്ട് കിട്ടുന്നോ? പച്ചക്കറി, വെജിറ്റബിൾ, പ്ലാന്റ്സിന്നല്ലേ? അല്ലേ? റബ്ബർ. റബ്ബർ മരം വെട്ടിയിട്ടാണ് റബ്ബർ കിട്ടുന്നത് അല്ലേ? ഗ്രെയിൻ. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യങ്ങൾ. ധാന്യങ്ങൾ എവിടുന്ന കിട്ടുന്നേ? അതെല്ലാം ഓരോ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. സീഡ്. സീഡ് എന്ന് പറഞ്ഞാൽ വിത്തുകൾ അല്ലേ? വിത്തുകൾ കിട്ടുന്ന എവിടുന്നാ? അതും പ്ലാന്റ്സിൽ നിന്നാണ്. കോട്ടൺ. കോട്ടൺ കിട്ടുന്നത് അതും പ്ലാന്റിൽ നിന്നാണ് അല്ലേ? ഇതെല്ലാം നോക്ക്, ഇതും കുറെ നൗണുകളാണ്. ഏതൊക്കെയാ? വുഡ്, ഫ്രൂട്ട്, വെജിറ്റബിൾ, റബ്ബർ, ഗ്രെയിൻ, സീഡ്, കോട്ടൺ. മനസ്സിലായോ? ഇതെല്ലാം എന്താണ്? നെയിമുകളാണ്. ഓരോ സാധനങ്ങളുടെ നെയിമുകളാണ്. പക്ഷെ എവിടുന്ന കിട്ടുന്നേ? പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്, ചെടികളിൽ നിന്ന് കിട്ടുന്ന പേരുകളാണ് അല്ലേ? പക്ഷെ ഇതെല്ലാം കൊണ്ട് നമുക്ക് വേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും
അല്ലേ? ധാന്യം കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത്? ചോറ് വെക്കാൻ പറ്റത്തില്ലേ? അല്ലേ? കോട്ടൺ കൊണ്ട് ഡ്രസ് ഉണ്ടാക്കില്ലേ? അല്ലേ? അപ്പൊ ഇതെല്ലാം എവിടുന്ന് കിട്ടുന്ന സാധനങ്ങളാണ്? ചെടികളിൽ നിന്ന് കിട്ടുന്ന, ഫസ്റ്റ് പ്രകൃതിയിൽ ഡയറക്റ്റ് കിട്ടുന്ന പറഞ്ഞു. ചെടിയിൽ നിന്ന് കിട്ടുന്ന ഓരോ മെറ്റീരിയലുകളാണ്. മെറ്റീരിയലിന്റെ പേരാണിത്. നോക്ക്, അടുത്ത് നോക്ക്. മീറ്റ്. ശ്രദ്ധിക്കുന്നില്ല? മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞാ ഇറച്ചി. മിൽക്ക്, പാല്. സിൽക്ക്, പട്ട്. അല്ലേ? എഗ്, മുട്ട. ഹണി, ലെതർ, തോല്. അല്ലേ? വൂൾ. നോക്ക്, മീറ്റ് നമുക്ക് എവിടുന്ന കിട്ടുന്നേ? മീറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി എവിടുന്ന കിട്ടുന്നേ? മൃഗങ്ങളിൽ നിന്ന്. അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറെ മെറ്റീരിയലുകൾ, എല്ലാ പേരുകൾ. അല്ലെ? രണ്ടാമത് പറഞ്ഞു ചെടികളിൽ നിന്ന് കിട്ടുന്ന കുറെ മെറ്റീരിയലിന്റെ പേരുകൾ. മൂന്നാമത് നമ്മൾ പറയുന്നു മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലുകൾ. ഏതൊക്കെയാ നോക്ക്? മീറ്റ്, ഇറച്ചി മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നല്ലേ? മിൽക്ക്, പാല്. പാലിന്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? സിൽക്ക്, പട്ടുകൊണ്ട് ഓരോ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നില്ലേ? എഗ്, മുട്ട എവിടുന്ന കിട്ടുന്നേ? മുട്ടന്റെ ഒരുപാട് ഐറ്റംസ് ഇല്ലേ? അല്ലേ? ഹണി, തേൻ. അല്ലേ? ലെതർ, അതും മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. വൂൾ, ചെമ്മരിയാട്ടിൽ നിന്ന്. അല്ലേ? അല്ലേ? ഇതെല്ലാം എന്താണ്? മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയലുകളുടെ പേരാണ്. ശരിയല്ലേ? നോക്ക്, ഇതെല്ലാം ഓരോ മെറ്റീരിയലുകളാണ്. നോക്കുക, അടുത്ത് നോക്ക്. ബ്രിക്ക്. പ്രകൃതിയിൽ നിന്ന് അങ്ങനെ കിട്ടുന്നതാണോ? ആണോ? ആണോ? ചെടികളിൽ നിന്ന് കിട്ടുന്നതാണോ? മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നതാണോ? അല്ല. മിൽക്ക് എന്ത് ചെയ്യുന്ന? അല്ല, ബ്രിക്ക് എന്ത് ചെയ്യുന്ന? ബ്രിക്ക് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അല്ലേ? ഉണ്ടാക്കുന്നതല്ലേ? പേപ്പർ ഡയറക്റ്റ് അങ്ങനെ കിട്ടുന്നതാണോ? പേപ്പറും മനുഷ്യനുണ്ടാക്കുന്നതാണ്. മനുഷ്യനുണ്ടാക്കുന്ന എന്താണ്? മനുഷ്യനുണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. എന്തൊക്കെ? ബ്രിക്ക്, പേപ്പർ, സിമെന്റ്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറെ സാധനങ്ങൾ. പേപ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ബുക്ക് ഉണ്ടാക്കാം, പുസ്തകങ്ങൾ ഉണ്ടാക്കാം. അല്ലേ? ബ്രിക്ക് ഉപയോഗിച്ച് ബിൽഡിങ്സ് ഉണ്ടാക്കാം. സിമെന്റ് ഡയറക്റ്റ് അങ്ങനെ കിട്ടുന്നതാണോ? സിമെന്റ് മനുഷ്യൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആണ്. ശരിയല്ലേ? സിമെന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? അതുപോലെ കെമിക്കൽസ് ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നില്ലേ? അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇത് മനുഷ്യനിർമ്മിതമായ മെറ്റീരിയൽസ് ആണ്. അതായത് മനുഷ്യനിർമ്മിതമായ മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? നൗണുകളുമാണ്. മനസ്സിലായോ? ഈ സംഭവങ്ങളുടെ എല്ലാം പ്രത്യേകത ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ സാധനം ഉണ്ടാക്കാൻ പറ്റും. അല്ലേ? സിമെന്റ് ഉപയോഗിച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കത്തില്ലേ? ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരിനകത്തിലൂടെ നമ്മൾ മൊത്തത്തിൽ ഒരു പേര് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? നൗൺ എന്ന് പറഞ്ഞു. അല്ലേ? ഈ നൗണിന്, ഇങ്ങനെയുള്ള നൗണുകൾക്ക് ഒരു പേരുണ്ട്. അതിന്റെ പേരാണ്. ഇതെന്താണ് സാധനം? മൊത്തത്തില് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അല്ലേ? മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഈ നൗണുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ മനസ്സിലായോ? മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാല് നമ്മൾ വേറൊരു രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെ? സിമെന്റിന് നമുക്ക് സിമെന്റ് കൊണ്ട് വർക്ക് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് ആക്കാൻ പറ്റില്ലേ? ഇല്ലേ? വേറെ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നോക്ക്, മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നേ? ഫസ്റ്റ് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ട്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ആനിമൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മാൻമെയ്ഡ് ആയിട്ട് മനുഷ്യനിർമ്മിതമായ മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം പറയുന്ന പേരാണ്. നമ്മൾ പേരുകളെ പറ്റിയല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നെയിംസിനെ പറ്റി. അല്ലേ? ഇല്ലേ? നൗൺ. മൊത്തത്തിൽ ഇത് നെയിംസിനെ എല്ലാത്തിനും കൂട്ടിയിട്ട് നമ്മൾ പേര് പറഞ്ഞു. എന്തായിരുന്നു? നൗൺ. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ പഠിച്ചോ? ഇത് നോക്ക്, ഇതെന്താ? എബിലിറ്റി. കഴിവ്. അല്ലേ? ബ്യൂട്ടി, ഭംഗി, സൗന്ദര്യം. അല്ലേ? ട്രൂത്ത്, സത്യം. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അല്ലെ? കൈൻഡ്നെസ്,
കൈൻഡ്നെസ്. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ കൈൻഡ്, നന്ദി, നന്ദിയുള്ള, കൈൻഡ്നെസ്, നന്ദിയുള്ള അല്ലേ? പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ മെറ്റീരിയലിന്റെ പേര് പോലെയാണോ ഇത്? മറ്റേന്ന് പറഞ്ഞാൽ പേപ്പർ. പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ് അല്ലേ? ഇല്ല, ബ്രിക്ക്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് രൂപമുണ്ട്. പക്ഷെ എബിലിറ്റി, എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ്. കഴിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പറ്റുമോ? പക്ഷെ നമുക്കറിയാം സംഭവം അല്ലേ? അതുപോലെ ബ്യൂട്ടി. ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഉണ്ട്, പക്ഷെ നമുക്ക് കാണാനും തൊടാനും ഒന്നും പറ്റത്തില്ല അല്ലേ? ട്രൂത്ത്, സത്യം, സത്യം.